പ്രാർത്ഥിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിർത്തിയിടത്ത് നിന്ന് ഞാൻ തുടരുകയാണ്. ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ചെയ്യുന്നതും ഇതുതന്നെയാണ്. നിർത്തിയിടത്ത് നിന്ന് നമ്മൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് നിർത്തിയ ഭരണം, സർക്കാരിന്റെ പ്രവർത്തനം അടുത്ത ജൂൺ മാസത്തിൽ വീണ്ടും തുടരാൻ പോകുന്നു. നിർത്തിയിടത്ത് വെച്ച് അവസാനിപ്പിക്കുന്നതല്ല നമ്മുടെ പതിവ്. നിർത്തിയിടത്ത് നിന്ന് പൂർവാധികം ശക്തിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. നേരം വളരെ വൈകിയിരിക്കുന്നു. ധാരാളം പ്രാസംഗികരുണ്ട്. അതിലുപരിയായി കമ്മിറ്റി പ്രഖ്യാപിക്കാനുമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ദീർഘഭാഷണത്തിന് മുതിരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികൾ, UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ, അവരിൽ ആര് വിജയിച്ചാലും എന്തായിരിക്കും ഈ പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നത്? അവർ ഡൽഹിയിലെത്തി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ നിന്ന് പാർലമെന്റ് ബഹിഷ്കരിച്ചുകൊണ്ട് വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി എറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് സസ്പെൻഷൻ വാങ്ങിക്കും. കോഴിക്കോട് വീണ്ടും പഴയ കോഴിക്കോടായി. വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാതെ, അതിന്റെ പൂർവകാല മഹത്വം നഷ്ടപ്പെട്ടുകൊണ്ട് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ പ്രേതാലയങ്ങളാക്കി നിലനിർത്തിക്കൊണ്ട്, കല്ലായിയുടെ മരക്കച്ചവടത്തിന്റെ പെരുമ മറന്നുകൊണ്ട്, സാധ്യമായ വിനോദസഞ്ചാര സാധ്യതകളെ പറ്റി പാടെ വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹൃദയം കവർന്ന നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ആണ് വിജയിക്കുന്നതെങ്കിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നത് സമർത്ഥനായ പ്രഗത്ഭനായ ഒരു കേന്ദ്രമന്ത്രിയെ ആയിരിക്കും. 5 വർഷത്തിന് ശേഷം 2029 ഈ കണ്ട കോഴിക്കോടായിരിക്കില്ല കോഴിക്കോട്. കോഴിക്കോടിന് ലഭ്യമാവുന്ന എല്ലാ വികസനങ്ങളും അദ്ദേഹം ഈ നാട്ടിലെത്തിക്കും. അദ്ദേഹം ഭാരതത്തിലെ ഇതര നഗരങ്ങളെ പോലെ ഇതര വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ മൈതാനത്തിൽ ഇരിക്കുന്ന നമ്മളാണ്. നമുക്ക് തോന്നും നമ്മളൊക്കെ തീരുമാനിച്ചവരാണല്ലോ, നമ്മളൊക്കെ ശരി തിരിച്ചറിഞ്ഞവരാണല്ലോ എന്നറിയാത്തടയുന്നവരാണ്. അന്ധമായ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരാണ്. അവരെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പറയുന്നത് അറിഞ്ഞവർ അറിയാത്തവരെ അറിയിക്കുക എന്നതാണ്. അത് ബൈബിളായിരുന്നാലും ഖുർആനായിരുന്നാലും ഭഗവത്ഗീതയായിരുന്നാലും പറയുന്നു, അറിവ് നേടിയവർ അറിവില്ലാത്തവരെ അറിയുടെ ചൂണ്ടുവിരലിൽ മഷിയടയാളം പുരളുന്നത് ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ പുരോഗതിക്ക് കയ്യൊപ്പ് ചാർത്തുന്നതിന് വേണ്ടിയാവണമോ, അതോ യാതൊരു പ്രയോജനവുമില്ലാതെ ഒരാളെ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കാനാണോ? ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാകണമെങ്കിൽ നാം അവരിലേക്ക് ചെന്നേ മതിയാകൂ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, വജ്രത്തെക്കാൾ വിലയുള്ള ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. മറ്റെന്തിനേക്കാളും പ്രവർത്തന നിരതമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിക്കും ജനങ്ങൾക്കും മാത്രമല്ല, പരിചയപ്പെടുന്നവർക്കൊക്കെ സദാ സുസ്മേരവദനായി സൗമ്യ ഭാഷണം കൊണ്ട് ഹൃദയം കവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MT രമേശാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാവട്ടെ നമ്മുടെ മനസ്സും ചിന്തയും പ്രവൃത്തിയും എല്ലാം വരുന്ന ദിവസങ്ങളിൽ. നമ്മുടെ കഠിനമായ പ്രയത്നം കൊണ്ട് നമുക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കുത്തുമുന്നണിയുടെ 2 സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നത്
അവസാന നിമിഷം പരസ്പര സഹകരണ സംഘമായി തീരാനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട്. കാരണം പരാജയത്തിന്റെ വേദനിപ്പിക്കുന്ന ചരിത്രം നാം അനുഭവിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ നിഴൽപ്പാടിലെത്താൻ കഴിയാതെ ആട്ടിയോടിക്കപ്പെട്ടവരാണ് നമ്മൾ ദീർഘകാലമായി. മന്ത്രിമാരില്ലാതെ, MP മാരില്ലാതെ, MLA മാരില്ലാതെ, പഞ്ചായത്ത് മെമ്പർമാര് പോലുമില്ലാതെ ത്യാഗവും സഹനവും മാത്രം ശീലിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി കോഴിക്കോട് കടപ്പുറത്തിരമ്പുന്ന തിരമാലകളെക്കാൾ ശക്തമാണ്. ആ ഇച്ഛാശക്തിയോടെ വെയിലിനെ വകവയ്ക്കാതെ ചൂടിനെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക. ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുക. മതതീവ്രവാദത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനൊപ്പം വിരുന്നുണ്ണുന്ന ആളുകളെയല്ല നമുക്ക് വേണ്ടത്. എല്ലാവരുടെയും വിശ്വാസത്തിനൊപ്പം, എല്ലാവരുടെയും വികസനത്തിനൊപ്പം, എല്ലാവരുടെയും പരിശ്രമങ്ങൾക്കൊപ്പം, എല്ലാ മനുഷ്യർക്കുമൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെയാണ് നമുക്ക് വേണ്ടതെന്ന് അവരോട് പറയുക. അങ്ങനെ വരും ദിവസങ്ങളിലെ കഠിനാധ്വാനം കൊണ്ട് 2024 ജൂൺ മാസത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ മുതലക്കുളം മൈതാനം മതിയാവില്ല. നമുക്ക് വിജയാഘോഷത്തിന്റെ വലിയ ചടങ്ങ് സംഘടിപ്പിക്കാൻ എന്ന് ഹൃദയത്തിൽ കുറിച്ചിടണമെന്ന് സ്നേഹപൂർവ്വം എന്റെ സഹപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ MT രമേശ് കോഴിക്കോടിന്റെ ജനപ്രതിനിധിയും കേന്ദ്ര ഗവൺമെന്റിൽ നമ്മെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുമായി തിരിച്ചു വരട്ടെ. കോഴിക്കോട് ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങൾക്കൊപ്പം വികസനത്തിന്റെ മഹത്വത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിരന്തരമായ പ്രവർത്തനം, അലസതയറിയാത്ത പൂർണ്ണ മനസ്സോടെയുള്ള പ്രവർത്തനം, അതുമാത്രമാണ് നമുക്ക് വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തത് സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തുന്ന ചടങ്ങാണ്. രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ നേതാക്കന്മാർ മുഴുവൻ പ്രസംഗിക്കുന്നില്ല. ആ ആശങ്ക കൊണ്ട് ആരും ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ മനസ്സ് വേവലാതിപ്പെടേണ്ട എന്ന് വിചാരിച്ച് പറയാണ്. സ്ഥാനാർത്ഥിയുടെ പ്രസംഗവും കമ്മിറ്റി പ്രഖ്യാപനവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ഈ മുന്നിൽ വെച്ചിട്ടുള്ള പെട്ടികൾ 7 മണ്ഡലങ്ങളിലേക്കും പോവുകയാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ പ്രകടന പത്രികയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും